മനസ്സിലാവുമ്പോ എല്ലാ പുരുഷന്മാരും സ്വാർത്ഥരാകും. ഡോക്ടർ ഹരിപ്രസാദ് അതിനൊരു അപവാദമാണെന്ന് ഞാൻ സമ്മതിച്ചു തരില്ല. നിങ്ങളുടെ സ്റ്റാറ്റസ്, കുടുംബത്തിനകത്തും പുറത്തുള്ള നിലയും വിലയും ഒക്കെ കണക്കിലെടുത്തിട്ടാ, വരും വരായികളെ കുറിച്ച് പേടിച്ചിട്ടാ നിങ്ങൾ എന്നെ കൊല്ലാത്തത്. ഇസബല്ല, സ്വന്തം അറിവും അനുഭവങ്ങളും കൊണ്ട് മാത്രം ആരെയും അളക്കാൻ ശ്രമിക്കരുത്. നിന്റെ കണക്കൂട്ടലുകൾക്ക് പുറത്തും ചിന്തിക്കുന്നവരുണ്ട് ഇവിടെ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഭാര്യയും മക്കളെയും കണ്ടില്ലെന്ന് വെച്ച് എന്നെ സ്വീകരിക്കാനും മടിക്കില്ലെന്നാണോ? അവരുടെ എതിർപ്പുകൾ വകവയ്ക്കാതെ എന്നെ മകളായി അംഗീകരിക്കുമെന്നാണോ? അത്രയ്ക്ക് വലിയ മനസ്സൊന്നും ഡോക്ടർ ഹരിപ്രസാദിന് ഇല്ലെന്ന് എനിക്കറിയാം. കുടുംബം തകരാതിരിക്കാൻ എന്ത് വഴിയെന്നേ മറ്റാരെയും പോലെ നിങ്ങളും ചിന്തിക്കൂ. നിങ്ങളുടെ ക്രൂരമായ വിനോദം കൊണ്ട് ജീവിതം തകർന്നു പോയൊരു പെണ്ണ്, ആ പെണ്ണ് പ്രസവിച്ച അച്ഛനില്ലാത്തൊരു, അതൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമാവില്ല. നീ എന്തിനാ എന്നെ ഇങ്ങനെ വെട്ടിമുറിക്കുന്നത്? ഞാൻ ഇങ്ങനെയൊന്ന് ചിന്തിക്കുന്ന ആളല്ലെന്ന് നിനക്ക് നന്നായിട്ടറിയാം. രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നെങ്കിൽ എനിക്കെല്ലാം നിഷേധിക്കാമായിരുന്നു. എന്റെ കുടുംബം എന്റെ കൂടെ നിൽക്കുമായിരുന്നു. ആരൊക്കെ പറഞ്ഞാലും എന്നെ കുറിച്ച് ഇങ്ങനെ ഒരു കഥ എന്റെ ഭാര്യയും മക്കളും വിശ്വസിക്കില്ല. എന്നിട്ട് എന്താ അങ്ങനെ ചിന്തിക്കാതിരുന്നത്? നിഷേധിക്കാതിരുന്നത് നിങ്ങളുടെ ഭാഗ്യത്തിനാ. അങ്ങനൊരു ബുദ്ധിമോശം നിങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ ഈ കഥ വളരെ പെട്ടെന്ന് ട്രാജഡിയിൽ അവസാനിച്ചേനെ. നിരുപാധികം കീഴടങ്ങിയതുകൊണ്ടാ ശ്വാസം വിടാനുള്ള സമയം നിങ്ങൾക്ക് ഞാൻ അനുവദിച്ചു തന്നത്. രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കാനല്ല, എന്നെ മകളായിട്ട് അംഗീകരിക്കാൻ, മാനസികമായി തയ്യാറെടുക്കാൻ. അതിനുവേണ്ടിയാ ഈ ഷോർട്ട് ബ്രേക്ക്. കഴിഞ്ഞ ദിവസം അമ്മ എന്നെ വിളിപ്പിച്ചിരുന്നു. കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് അച്ഛനെ വേദനിപ്പിക്കരുതെന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. പാവം, ജീവിതം തകർത്തവനോട് പോലും ക്ഷമിക്കാനുള്ള മനസ്സാ എന്റെ അമ്മയുടേത്. നിങ്ങളത് മുതലാക്കാൻ ശ്രമിക്കുമെന്ന് എനിക്കറിയാം. എന്റെ അമ്മയാണ് എനിക്കെല്ലാം. അമ്മ എന്തെങ്കിലും എന്നോട് ആവശ്യപ്പെട്ടാ അത് നിഷേധിക്കാൻ കഴിയില്ല. ആ വഴിക്ക് എന്നെ ഒഴിവാക്കാനാണ് പരിപാടിയെങ്കിൽ കാര്യങ്ങളെല്ലാം എല്ലാവരും അറിയും. ഒരു വലിയ മുഹൂർത്തം സ്വപ്നം കണ്ട ഇസബെല്ലെ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. അതെനിക്ക് നേടിയേ പറ്റൂ. അതിന് തടസ്സമായി ഇനി എന്റെ അമ്മ ഒരു വാക്കുപോലും എന്നോട് പറയാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവാതെ നോക്കേണ്ടത് ഇനി നിങ്ങളുടെ കടമയാണ്. മൈൻഡ് ഇറ്റ്. എന്താ ഹരിയേട്ടാ? വിവാഹത്തിന്റെ തീയതിയും മറ്റുമൊക്കെ നമുക്ക് പെട്ടെന്ന് അങ്ങ് തീരുമാനിക്കണം. അബൂഖേട് അടുത്ത ദിവസം ഒന്നുകൂടെ വരാൻ വിളിച്ചു പറഞ്ഞാലോ? ഇനി ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കണോ? ഹരിയേട്ടന്റെ സൗകര്യത്തിൽ. എങ്കിൽ പിന്നെ നാളെ തന്നെ പോയേക്കാം. താനും വരണം. എന്താ? ആയിക്കോട്ടെ. കല്യാണം അമ്പലത്തിൽ വെച്ച് നടത്തണമെന്നുണ്ടോ? എന്താ അവള് പറഞ്ഞേ? ഇന്റർകാസ്റ്റ് ആവുമ്പോ രജിസ്റ്റർ ഓഫീസാ സൗകര്യം, അല്ലെങ്കിൽ ചടങ്ങ് നമ്മൾ കൈയേറിയെന്നൊരു തോന്നലുണ്ടാവും. എവിടെ വെച്ച് നടത്തിയാലോ സമാധാനം ഉണ്ടായാൽ മതി. അതല്ലേ മുഖ്യം. എന്താ ഹരിയേട്ടാ? ഒന്നുമില്ല. ഇത് എന്താ നമ്മളവർക്ക് കൊടുക്കുക? എന്താ തന്റെ ഐഡിയ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. എന്താന്ന് വെച്ചാ ഹരിയേട്ടന്റെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അല്ല,
അവളെന്തെങ്കിലും മോഹം പറഞ്ഞിട്ടുണ്ടോ? അവളുടെ സ്വഭാവം ഇനി ഹരിയേട്ടന് മനസ്സിലായിട്ടില്ലേ? ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അവൾ ചിന്തിക്കുക പോലും ചെയ്യില്ല. ആ, നമ്മള് ചിന്തിക്കാതെ വയ്യല്ലോ. ഞാൻ ആലോചിക്കുന്നത് എന്റെ ഒരു അഭിപ്രായം, നമ്മുടെ ഹോസ്പിറ്റലും പുതിയ വീടും ദേവിയുടെ പേരിലേക്ക് എഴുതി വെക്കാമെന്ന്. കുറച്ചു കാലം അവളുടെ സ്റ്റാഫായിട്ട് നമുക്ക് ജോലി ചെയ്യാം. എന്താ? അത് കഴിഞ്ഞിട്ട് ഏറിയാൽ ഒരു 5 വർഷം അതിനുള്ളിൽ നമ്മൾ മിഡിൽ ഈസ്റ്റിൽ ടേക്ക് കെയറിന്റെ ഒരു ബ്രാഞ്ച് തുടങ്ങും. ബാക്കി കാലം നമുക്ക് അവിടെ കൂടാം. പോരെ? മതി. ആ, അപ്പോ ഹോസ്പിറ്റലിന്റെയും വീടിന്റെയും ഡോക്യുമെന്റ്സ് ദേവികയുടെ പേരിലേക്കുള്ള ഏർപ്പാടുകളും നാളെ തന്നെ ചെയ്യാം. എന്താ? ശരി. ആ, സംഭവിക്കാൻ പാടില്ല. സ്നേഹിച്ച മഹാന്റെ കൂടെ അവൾ ഇറങ്ങിപ്പോകുമ്പോ ഹരിപ്രസാദിന്റെ സ്വത്തിന്റെ ഒരംശം പോലും അവൾ കൊണ്ടുപോകരുത്. മകളാണെന്നല്ലേ പറയുന്നത്. എന്തെങ്കിലും സ്ത്രീധനത്തിന്റെ പേരിൽ കൊടുത്തു തുളയ്ക്കട്ടെ, അതോടെ ശല്യം ഇല്ലാതാവുമല്ലോ. അവരച്ഛനും അമ്മയും കൂടി കൊടുക്കാൻ തീരുമാനിച്ചത് കൊടുത്താൽ പിന്നെ എന്തിനാ വല്ല നീ അവിടെ നിൽക്കുന്നത്? ഹരിപ്രസാദിന്റെ സ്വത്തിന്റെ നട്ടല്ല ദേവിക്ക് എഴുതി വെക്കാൻ പോകുന്നത്. എനിക്ക് മനസ്സിലായില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല. ഒരു വീട്ടിൽ ഇത്രയും കാലം അന്തി ഉറങ്ങിയിട്ടും ഇതൊക്കെ പുറത്തു നിൽക്കുന്ന ഞാൻ കണ്ടുപിടിച്ചു തരണമല്ലോ. സോറി അങ്കിൾ, എന്റെ അറിവിൽ അവിടെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. എങ്കിൽ നീ അറിയാതെ അവർ ആ തീരുമാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ടേക്ക് കെയർ ഹോസ്പിറ്റലും മുമ്പ് താമസിച്ചിരുന്ന ലൗഡേൽ കോളനിയിലെ വീടും ദേവിക്ക് എഴുതി വെക്കാനുള്ള പേപ്പർ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു.